പൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിനെ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ കുന്നംകുളത്ത് വന്ന പോലെയാണ്. കുന്നംകുളത്ത് ചെന്നാൽ ഇത്ര അധികം ആൾക്കാരെ കാണില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു കിട്ടുന്നുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങളുടെ കുന്നംകുളത്ത് പഴഞ്ഞി പള്ളിയിലൊക്കെ അവിടുത്തെ പെരുന്നാളിന്റെ ദിവസം ആദ്യമായിട്ട് വന്നപ്പോഴാണ് ഈ കുന്നംകുളംകാരുടെ ഒരു കാര്യം മനസ്സിലായത്. കാര്യം എന്താന്ന് വെച്ചാല് വേദിയിരിക്കുന്ന ജലീൽക്ക, മറ്റേ ശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, അങ്ങോട്ട് പറഞ്ഞു പോയതൊക്കെ ചിലപ്പോ മറന്നു പോവേ ഇല്ല, മറന്നിട്ടില്ല. അപ്പോ ഞാനവിടെ ചെല്ലാൻ കാരണം കുന്നംകുളത്ത് ആദ്യമായിട്ട് ഞാൻ കുന്നംകുളംകാരുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. അപ്പു എന്ന് പറയുന്ന ഒരു കിഡ്നി രോഗി, അവൻ ഡയാലിസിസാണ്, അവൻ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിച്ചു. പറഞ്ഞു, എന്താ പ്രശ്നം? കിഡ്നി കാശില്ല ഡയാലിസിന്. എവിടെയാണ്? ആ പഴഞ്ഞിയിലാണ്. അപ്പൊ പഴഞ്ഞിയില് പെരുന്നാള് നടക്കണം. ഞാൻ പറഞ്ഞു, അവിടെ വല്ല കപ്പലണ്ടി വണ്ടിക്കാരനുണ്ടോ? ഉണ്ട്. ഞാൻ അവന്റെ വീട്ടിൽ നിന്നോട് ആ വണ്ടി ഒരു ദിവസത്തേക്ക് ഒന്ന് വാടകയ്ക്ക് തരണം. നിനക്ക് എത്ര കിട്ടും ഒരു ദിവസം കപ്പലണ്ടി വിറ്റാലേ? അച്ഛൊരു 1000-2000 രൂപ അക്കാശ് തരാൻ നിനക്ക്. ഞാൻ വണ്ടി ഇങ്ങോട്ട് തന്നെ 30 കിലോ കപ്പലണ്ടി ഞാൻ പള്ളിമുറ്റത്ത് ഞാൻ ഒറ്റയ്ക്ക് വറുത്തിട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ അപ്പൂന് 1 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. അങ്ങനെ കപ്പലണ്ടി വിൽക്കുമ്പോ പറഞ്ഞു, കപ്പലണ്ടി ഫ്രീ ആണ്, നിങ്ങൾ എടുത്തുകൊണ്ടിപ്പോ. പക്ഷെ അപ്പൂന് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് അപ്പു. എന്റെ വീട്ടുകാരനല്ല, നിങ്ങളുടെ നാട്ടുകാരൻ. ആ അപ്പുവിന് നിങ്ങള് 1 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ വറുത്തോണ്ടിരുന്നു, ഒരു ബക്കറ്റും വെച്ചു. പ്രിയമുള്ളവരെ, 10:30 മണിയാവുമ്പം 3-4 മണിക്കൂർ ഞാൻ എന്റെ കയ്യൊക്കെ ഇതായി. ആദ്യമായിട്ടാണ് ഈ കപ്പലുണ്ട് ഓർക്കണതേ. അങ്ങനെ 10:30 നിർത്തിയിട്ട് എണ്ണടെ ബക്കറ്റ് എന്ന് പറഞ്ഞപ്പോ 1,04,000 രൂപ ബക്കറ്റിൽ വീണു. ഇതാണ് കുന്നംകുളംകാരൻ. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ എന്റെ സന്തോഷം എന്ന് പറയുന്നത്, ജലീലിക്ക് ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയാനുള്ളത്, പറഞ്ഞപ്പോ കൈയൊക്കെ അങ്ങോട്ട് അടിച്ചില്ലേ, കൈയടിച്ച പോരെ. അവിടെ ഈ രാജ്യത്തിന്റെ ഹയാത്ത് എന്ന് പറയുന്ന ഒരു കൗണ്ടർ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. മരണശേഷം ജലീൽക്ക് ഇവിടെ നിന്നിട്ട് സംസാരിച്ചപ്പോ നിങ്ങൾ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ പോണേന് മുമ്പ് അവിടെ ഒരു കാർഡ് കിട്ടും. നിങ്ങള് 10 പൈസ ചെലവില്ലത്. നമ്മൾ ചെറിയ കാശ് വേണ്ട, നിങ്ങൾ അതിലെഴുതണം, മരണശേഷം ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ എന്റെയും അവയവങ്ങള് ഇവിടെ ജീവന് വേണ്ടി കെഞ്ചുന്നവന് കൊടുക്കാന്ന് നിങ്ങൾ പറഞ്ഞാൽ, കുന്നംകുളത്തിന്റെ ഈ സമതയുടെ സംഭവം ഉണ്ടല്ല, ഈ രാജ്യം അഭിമാനത്തോട് ഓർക്കും. അവ പറ്റാവുന്നൊരു ചെയ്യുന്നുള്ളൊരു കൈവന്തിച്ചാൽ പൊന്തിക്കട കൈ, കാല് പൊന്തിക്കാനല്ല പറഞ്ഞ കൈവന്തിക്കുക. സംഭവം കണ്ട, ഒന്നാ കൈ കൊണ്ട് ഒരു അടി അടിച്ച് കൈ പെണ്ണോട്ട് അടിക്കരുത്, കൈ അടിക്കണം. പ്രിയമുള്ളവരെ, എനിക്ക് 10-61 വയസ്സായി. എന്റെ ജീവിതത്തിലെ സന്തോഷം ചില മനുഷ്യരുടെ പ്രവൃത്തികളാണ്. ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരൻ ആരാന്നറിയോ? സുന്ദരൻ മനുഷ്യനാണ്. അത് കറുത്താണ് വെളുത്താണെന്നല്ല, മനുഷ്യന്റെ മനസ്സാണ് സൗന്ദര്യം ഉണ്ടാവേണ്ടത്. ശരീരമൊക്കെ പല തരത്തിലായിക്കോട്ടോ, എന്നൊക്കെ വിട്ടുകളാ. മനസ്സിനാണ് സൗന്ദര്യം ഉണ്ടാവേണ്ടത്, മനസ്സിന്. ഞാന് നമ്മുടെ കോടീശ്വരൻ പരിപാടിയില് 24-ലെ ശ്രീകണ്ഠനാരോട് ചോദിച്ചു, അച്ഛന്ന് വരണ പങ്കെടുക്കണം. ആരാടോ? അങ്ങനെ ഞാൻ ചെന്നപ്പോ ഞാൻ പറയാ, അപ്പൊ അതിന് കാശൊരു കോടി കിട്ടി എന്ത് ചെയ്യും? അതെ, ഈ കോഡ് വന്നപ്പോ ഒരു മനുഷ്യനെ വിളിച്ചു, അച്ഛോ ഞങ്ങള് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ഞങ്ങൾക്കൊരു മാർഗമില്ല, ഞങ്ങൾക്ക് ഭർത്താവും ഇല്ല, കുട്ടികളും ഇല്ല, അപ്പനും വേണ്ട അമ്മയ്ക്കും വേണ്ട, വെട്ടോളിൽ തെരുവിൽ നിന്നിട്ട് കൈയടിച്ചിട്ട് കാശ് കിട്ടിയിട്ട് ചിലപ്പോ സെക്സ് വർക്കിന് പോയിട്ട് പോലും ജീവിക്കണവരാണ്. അച്ഛോ ഞങ്ങൾ ആർക്കും വേണ്ട അച്ഛോ. ഞാൻ ശ്രീകണ്ഠനാട് പറഞ്ഞു, 1 കോടി കിട്ടിയാല് ഇവർക്കൊരു സംവിധാനം ഉണ്ടാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ആ പരിപാടി കഴിഞ്ഞിട്ട് അന്ന് 10 ലക്ഷത്തിന്റെ ക്വസ്റ്റ്യൻ വരെ ഞാൻ ഉത്തരം പറഞ്ഞു. എന്റെ കൈ കൊണ്ടൊന്നല്ല കേട്ടോ, ഞാനിങ്ങനെ ഓരോന്നാ പറയാ, അതങ്ങടാ ശരിയാവും, അതങ്ങടാ പറയാ, അതങ്ങടാ ശരിയാവും. 10 ലക്ഷം വരെ കഴിഞ്ഞപ്പോ ഒരു ബ്രഹ്മാണ്ട ക്വസ്റ്റ്യന് ചോദിച്ചു, വേണമെങ്കിൽ ഇത് ക്വിറ്റ് ചെയ്താല് 5 ലക്ഷം കിട്ടുന്നു പറഞ്ഞു.
5 ലക്ഷം കിട്ടിയെന്ന് പറഞ്ഞപ്പോ അതിന്റെ പകുതിയെ തരുള്ളൂ എന്ന് പറഞ്ഞു. GST പിടിച്ചെന്ന് പറഞ്ഞപ്പോ 1.25 ലക്ഷം രൂപ. എന്തൊരു പരിപാടിയാണ്. കുഴപ്പമില്ല, എനിക്ക് സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അടുത്ത് ഈ കാര്യം അവർക്ക് വീട് വാടകയ്ക്ക് പോലും ആൾക്കാർ കൊടുക്കില്ല. എന്നിട്ട് ഒരു ഡോക്ടർ വീട്, അച്ഛനാണ് ഞങ്ങൾക്ക് പൈസ എന്നിട്ട് ഒരു ഡോക്ടർ വീട്ടിലിപ്പോ നിങ്ങൾക്കറിയോ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 4000 ചില്ലാനും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു അച്ഛനാണ്. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഞാൻ അച്ഛനാവില്ല. അത് എന്റെ അപ്പന്റെ അമ്മയുടെ പുണ്യം കൊണ്ടല്ല ഞാനിങ്ങനെ ആയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ ചുറ്റുപാടുണ്ടായിരുന്ന മനുഷ്യര് നമ്മൾ വളർത്തിയത് കൊണ്ടാണ്. അത് നമ്മൾ മറക്കരുത്. എന്നെ സങ്കടപ്പെടുത്തിയ കാര്യം എന്തറിയോ, ഇത് കഴിഞ്ഞപ്പോ ഒരു ചെറുപ്പക്കാരനെ ചേരുമ്പുഴി പാത്രം അച്ഛന്റെ പരിപാടി ഞാൻ കണ്ടു. എനിക്ക് എന്തെങ്കിലും ചെയ്യണം അച്ഛ അവരോട്. അപ്പോ ഞാൻ അവർക്ക് വീടിന് വാടകയെ കൊടുക്കാം. നിനക്ക് എന്തുണ്ട് പണി? എനിക്ക് ചെത്തിയപ്പണ് നിനക്ക് ജീവിക്കാൻ തന്നെ മാർഗമില്ല, നീ വേണ്ട അതൊക്കെ വേറെ ആൾക്കാർ ഇല്ലച്ചോ. ഞാനൊരു 50,000 രൂപ കൊടുക്കുന്നുണ്ട്. 50,000 രൂപ ഇതെവിടുന്നുണ്ടാ? ഞാൻ പലിശക്ക് എടുത്തിട്ട് കൊന്നാണ്. പലിശക്ക് എടുത്ത് കൊടുന്നതാ. അച്ഛൻ അവർക്ക് കൊടുക്ക്. പറയാ എന്റെ സഹോദരങ്ങളെ, ഇവനല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ഇവനാണ് മനുഷ്യൻ. നമ്മൾ എന്തിനാ നമുക്കറിയാം. പോട്ടറ നീയേ 10,000 ഇതെന്തിന് പലിശക്ക് എടുത്ത് ആ കൊണ്ടുകൊടുക്കും. 10,000 രൂപ തന്നാ മതി, അത് ഞാൻ കൊടുത്തോളാം. ബാക്കിയുള്ള ആരെങ്കിലും തരും. സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ ഞാൻ ചില മനുഷ്യരുടെ പ്രവൃത്തിയിൽ കാണാൻ നമ്മളൊക്കെ സ്വയം ചെറുതായി 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 പോകും. ഞാനിങ്ങനെ ഒരു സംഭവം UK ചെന്നപ്പോ കേട്ടു. അതായത് മക്കളില്ലാത്ത മാതാപിതാക്കള്, അവരടുത്തൊരു വീട്ടില് 9 മക്കളാ. ഇയാൾക്ക് മക്കളില്ല. ഇരിക്കുന്ന മക്കളില്ലാത്തവരുടെയൊക്കെ സംഘടന ഞാൻ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്കറിയില്ല. അതായത് നിങ്ങൾക്ക് മക്കളുള്ളപ്പോ ആ മക്കളുടെ വലിപ്പോ അതിന്റെ സ്നേഹം അറിയില്ല. ഇവിടെ മക്കളില്ലാത്ത വല്ലവരുടെ ഇപ്പൊ നിറഞ്ഞിട്ടുണ്ടാവും, അവരുടെ കണ്ണിപ്പം നനഞ്ഞിട്ടുണ്ടാവും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്ക് പലതും ഉണ്ടാകുമ്പോ ഇല്ലാത്തവന്റെ വിഷമം മനസ്സിലാക്കത്തിരി വിഷമാണ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ദമ്പതികൾ നോക്കിയപ്പോ 9 മക്കളില്ലേ. അപ്പൊ ഇവര് ആ വീട്ടിലേക്ക് ഒന്ന് ചെല്ലാതെ വിചാരിച്ചു. UK നടന്ന സംഭവമാണ്. അപ്പോ ആ വീട്ടില് ചെല്ലുമ്പോ ഒരു മലയാളി കുടുംബമാണ്, 2 മലയാളി കുടുംബങ്ങൾ. അപ്പൊ അവര് വിചാരിച്ചു ഒരു കുഞ്ഞിനെ നമുക്ക് ദത്തെടുക്കാം. അവർക്ക് 9 മക്കളുണ്ട്. അപ്പൊ ഇവര് അങ്ങോട്ട് വീട്ടിൽ ചെല്ലുമ്പോ അവിടെ അമ്മ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ ഇവരുടെ പാത്രത്തിൽ നിന്ന് അമ്മയുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം. അപ്പൊ ഇവര് നോക്കുക. അപ്പൊ അമ്മ പറയാ, 10 മക്കളുണ്ടായിരുന്നെങ്കിൽ 10 പങ്ക് കിട്ടിയേനെ. ഉടനെ അവര് തിരിച്ചു പോന്നു. നമുക്കൊരു മക്കളെ, ഒരു മോളെ വളർത്താൻ, ഒരു മോനെ വളർത്താൻ. പ്രിയമുള്ളവരെ, ഈ ലോകം നിലനിൽക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിന്റെ ത്യാഗം കൊണ്ടാണ്. നിങ്ങളിപ്പോ ഈ കുന്നംകുളത്ത് ഇവിടെ എന്തൊക്കെ നടക്കുന്നത്? കോട്ടട 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 എന്ന് പറഞ്ഞിട്ട് എന്ത് കൊട്ടാണ്? എത്ര മണിക്കൂർ, എത്ര മാസങ്ങളുടെ അധ്വാനാണ് നമ്മുടെ മുമ്പില്. നമുക്കൊരു കയ്യടി കൊണ്ട് മാത്രം തീർക്കാൻ പറ്റാവുന്നതല്ല. അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കുന്ന സംഘാടകരുണ്ടല്ലോ. ഇന്ന് രാത്രി നല്ല ഉറക്കം കിട്ടിട്ടുണ്ട്. കാരണം അത്ര ക്ഷീണുണ്ടല്ലോ, വേദന എടുക്കണോ ഇടിക്കണം. അവരിന് വേണ്ടി നമ്മള് ഇവിടെ ഇത് പരിപാടി കഴിഞ്ഞ് പോകുമ്പോ അത് നന്നായിട്ട് വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാനിവിടെ ഇന്ന് വന്നിട്ടുള്ളൂ, കാലത്ത് ഞാനിവിടെ എത്തിയിട്ടുള്ളൂ. മനുഷ്യന്റെ ഉള്ളില് ഉണ്ടാകേണ്ടത് മനുഷ്യനാണ്. നമ്മുടെ പഠിപ്പും അറിവും സൗന്ദര്യം സമ്പത്തൊന്നും അല്ല മനുഷ്യന് ആഗ്രഹം. മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനുണ്ടാകണം. ഞാനിങ്ങനെ ഒരു സ്ഥലത്തെ കുറിച്ച് ഇന്ന് പഞ്ചസാര ഉണ്ടോ? ഇല്ല. കെമിക്കലിന്ന് പാലിന് പാലുണ്ട്. എവിടെ പശു ഇത്ര അധികം ഇതെങ്ങനെ ഇത്ര പാല്?
ആട്ടുകാട്ടം വാങ്ങിച്ച് കൃഷിക്ക് ഇട്ടെടുത്ത പോലെ എന്റെ അച്ഛൻ ഞാൻ ആട്ടുകാട്ടം വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നപ്പോ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ആട്ടുകാട്ടം. എന്താടാ ഇത്ര ഫിനിഷിംഗ് ആയിട്ട് ഇടുന്നത്? ഇത്ര ഫിനിഷിംഗ് ആയിട്ട് ആടിന് കട്ടിടാൻ പറ്റുമോ? നോക്കിയപ്പോ കളിമണ്ണൂർ ഇട്ടിട്ട് ആട്ടുകാട്ടത്തിന് ഷേപ്പാക്കിയിട്ട് ആടിനെ കൊണ്ട് മൂത്രം ഒഴിപ്പിച്ചിട്ട് ഇതാട്ടുക എന്തുട്ടാ മനുഷ്യത്തെ കാട്ടുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോ നമ്മുടെ ഉള്ളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാന് തൊടുപുഴ ഭാഗത്ത് പോയപ്പോ താറാമുട്ട, നാടൻ താറാമുട്ട അല്ല, നാടൻ കണ്ട ഞാനവിടെ നിൽക്കും. വെല്ലോർക്ക് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ നാടൻ താറാമുട്ടല്ലേ, അങ്ങനെ 10 താറാമുട്ടി വാങ്ങിച്ചിട്ട് ഒരു വീട്ടിൽ നാടൻ താറാമുട്ട കിട്ടിയിട്ടാ കൊണ്ടുതോ. ഇതെവിടെ വെച്ചാൽ വാങ്ങിച്ചത് അവിടെ അച്ഛനിക്ക് എന്റെ അച്ഛതാന്തര എന്ന് പറഞ്ഞ താറാമുട്ടിയാണ്. ആ താറാമുട്ട വാങ്ങിച്ചിട്ട് താറാവിന്റെ കാട്ടത്തിലിട്ട് പെരട്ടിയിട്ട് ഒരു പ്രത്യേക ഷേപ്പായിട്ട് വയ്ക്കും. ഇത് നാടിനൊന്നല്ല അച്ഛോ, ഇത് ഇതിന്റെ കേടാ, താറാവിന്റെ കേടാ, മുട്ടേരെ കേടാ, തന്റെ കേടാ. ഇത് മുട്ടേരി കേടില്ല, താറാവിന്റെ കേടില്ല, മനുഷ്യന്റെ മനസ്സിന്റെ കേടാ. ഞാനപ്പോ മനുഷ്യന്റെ ഉള്ളില് മനുഷ്യനില്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുമ്പോ അങ്ങനെ നിൽക്കണ ഒരു അവൻ ചക്രവർത്തിമലാണ് നിൽക്കണേ. അവിടെ അച്ഛോ 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 ശരിയാ കള്ളിലച്ചു. അത് അവന്റെ ഒരു അനുഭവം, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയും, നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ടാകണം. നമ്മൾ ജനിക്കുമ്പോ എല്ലാവരും മനുഷ്യനായിട്ടല്ലേ ജനിക്കണത്, വല്ല വ്യത്യാസമില്ല. ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, ആദ്യമായിട്ട് ഈ ശ്വാസം അകത്തേക്ക് പോകുമ്പോ കരഞ്ഞിട്ടല്ലേ വന്നേ. മരിച്ചിട്ട് പോകുമ്പോ എന്തുണ്ടാവണം? അതേപോലെ എന്നോടോ മരിക്കണത്. നിങ്ങൾ ഏത് മതവിശ്വാസമാണെങ്കിലും അതാണ് പോയി അറിയില്ലല്ലോ. അപ്പൊ ജീവിതകാലത്തും നമുക്ക് മനുഷ്യരായിട്ട് ജീവിച്ചുണ്ടായി. ഞാൻ വെറുതെ തമാശകൾ പറഞ്ഞത് മാത്രമേ കേട്ടോ, എന്നേക്കാൾ അറിവുള്ളവരെ നിങ്ങളൊക്കെ. പക്ഷെ പ്രിയമുള്ളവരെ, കുന്നംകുളത്തുകാരെ, നിങ്ങളുടെ ഈ ഇത്രയും വലിയൊരു കൂട്ടായ്മ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ബിഗ് സല്യൂട്ട്. നിങ്ങളെ തൃശ്ശൂർക്കാരനാ. തൃശ്ശൂർ എന്ന് പറഞ്ഞ കുന്നംകുളം എന്ന് പറഞ്ഞാൽ ഒരു സാധനം പോലെ അവിടെ കിട്ടാത്തതില്ല എന്നാണ് പറഞ്ഞത്. അപ്പനമ്മേനെ ഒഴിച്ച് എല്ലാം കിട്ടുന്നതാണ് കുന്നംകുളംകാരോട് പറയാം. പക്ഷെ ഇപ്പൊ അപ്പനമ്മേനും കൂടി കിട്ടിയോടിക്കുന്ന പറയണേ. അപ്പൊ അതുകൊണ്ട് പിന്നെ കുന്നംകുളംകാര് പറയുമ്പോ ഒരു സാധനം അവിടെ കൊണ്ട് കൊടുക്കാൻ ആൾക്കാർക്ക് പേടിയാ. പിറ്റേ ദിവസം അതിന്റെ സാധനം വേറെ ഉണ്ടാവും. അല്ല, നമുക്ക് മനസ്സിലായി, ആരോട് പറയണ്ട. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രത്യേകിച്ച് എങ്ങനെ കുന്നംകുളംകാർക്ക് എന്നെ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ എങ്ങനെ കുന്നംകുളംകാർക്ക് ഇത്ര കഴിവ്, അവര് വല്ല പ്രത്യേക ഒരു ജീനിന് വല്ല ഇതുണ്ടോന്ന് ഞാൻ ചോദിച്ചാൽ എന്താണ്? അവര് ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളെ പോലത്തെ വേണ്ടി പറഞ്ഞതല്ല, അതൊരു അനുഭവം. അതുകൊണ്ട് കുന്നംകുളത്തിന്റെ കൂട്ടായ്മ ജലീൽക്ക ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ പോണതിന് മുമ്പ് തീർച്ചയായിട്ടും എന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്ത് പറഞ്ഞതുപോലെ എന്നെ വിളിച്ചത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം അവർക്ക് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ UAE രാജ്യത്ത് ഈ അവയവദാനത്തില് സൈൻ ചെയ്തിട്ടുള്ള ആരാന്നറിയോ? ഫിലിപ്പീൻസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് നമ്മളാണ്. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് ആവണം. ഇവിടെ വന്ന ആരും തന്നെ അവിടുന്ന് ആ കൗണ്ടറിൽ നിന്ന് നമ്മുടെ വളണ്ടിയേഴ്സ് ഇവിടെ ഹയാത്തിന്റെ ഈ രാജ്യത്തിന്റെ ജാക്കറ്റ് ഇട്ട് നിൽക്കുന്നുണ്ട്. ചോദിക്കുക, എഴുതി കൊടുക്കുക, മരണശേഷം. പിന്നെ ഒരു കാര്യം, ഇത് എഴുതി കൊടുത്തിട്ട് ഇന്ന് രാത്രി പോയി കിടന്നിട്ട് എന്റെ കിട്ടി പോയി പേടിച്ചു എന്റെ കിട്ടി പോയി അങ്ങനെയുള്ള മനസ്സിന് ബലമില്ലാത്ത ആൾക്കാരൊന്നും ചെയ്യരുതിട്ടാ. അല്ല, മനസ്സിൽ ബലമില്ലാത്ത ആൾക്കാരുണ്ടാവും ചിലപ്പോഴേ. ആൾക്കാരെ അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പ ഒരു വണ്ടി എന്താ ഒപ്പിട്ട കിടക്കട അവിടെ എന്നെ കിട്ടിയിരുന്നല്ലേ എന്തുകൊണ്ട് നീ പറയുന്നത് മനസ്സിലാവണ്ടൊന്നല്ല, ഒഴിവാക്കാൻ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഒന്നും എടുക്കാൻ പോണില്ല. നമ്മുടെ ഒരു മനസ്സിന് ഇക്കടെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ദിവസം നേരെ കൊണ്ടുപോകുന്ന ആശുപത്രിയിലേക്കാണ് ബാഗ് എടുക്കാൻ പോകുന്നത്. ഇതെന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ കുന്നംകുളത്തോടെ പോകുമ്പോ നിങ്ങളൊരു 1000 പേരുടെ അവിടെ നിങ്ങൾ സൈൻ ചെയ്യണ്ടല്ല. നേരെ ഞാൻ ഹെൽത്ത് മിനിസ്ട്രിയിലേക്ക്, ഞാൻ 26-ാം തീയതി കൂടി ഉണ്ട് പറയും. ഇന്ന് വരെ ഈ UAE ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഒറ്റ ദിവസം 1000 പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫോമൊക്കെ അവിടെ ചെയ്താൽ അതിന്റെ ക്രെഡിറ്റും അതിന്റെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ഇരിക്കുന്നു. എന്ത് വല്ല കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്രയും നേരം വർത്തമാനം പറയാൻ പാടില്ല എന്ന് തോന്നുന്നില്ല. സമയം വൈകിട്ട് എനിക്കറിയാം.
എങ്കിലും നിങ്ങളെ കണ്ടപ്പോൾ ഞാനോട് പറഞ്ഞു, പക്ഷെ എനിക്കിഷ്ട കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സമാധാനമായി സന്തോഷമായി UAE എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഒരു കുടുംബം പോലെ നിങ്ങൾ കഴിയണം. അങ്ങോട്ട് ഇങ്ങോട്ട് കുശുമ്പും പരമ്പും അതൊന്നും ഇല്ല, സന്തോഷമായിട്ട് കഴിയാം. പിന്നെ ഇവിടെ കലാപരിപാടി ഡാൻസ്, ഓരോ 1.5 ഡാൻസ് എന്തൊക്കെ കളിക്കുന്നത്. പിന്നെ കൊട്ടണോൻ ഇനി എന്തൊട്ടത് ഇതെന്തത് പൊട്ടാത്തെന്ന് വിചാരിച്ചിട്ടുള്ള അടി അടിക്കുന്നത്. ഇത് പൊട്ടില്ല, എന്തോരടിച്ചാലും പൊട്ടില്ല ഇത്. അതുകൊണ്ട് എല്ലാവർക്കും ഈ നല്ല ദിനത്തിന്റെ ആശംസ നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Thank you so much, Father. Thank you very much.